ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വില്ലേജ് സ്റ്റഡി പ്ലാറ്റ്ഫോം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മൗര്യൻ ഏജിൻ്റെ ഡിക്ലൈനും മൗര്യൻ ഏജ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഇന്ന് തുടങ്ങുന്നത് പോസ്റ്റ് മൗര്യൻ പീരീഡാണ്. മൗര്യൻ ഏജ് ഏകദേശം 184 BC ഡിക്ലൈൻ ചെയ്തത്. സോ നമ്മളിപ്പോൾ നിൽക്കുന്നത് 184 BC ആ ഒരു കാലഘട്ടത്തിലേക്കാണ്. അവിടെ തൊട്ട് ഏകദേശം ഒരു 319 AD വരെയാണ് പോസ്റ്റ് മൗര്യൻ പീരീഡ് എന്ന് പറയുന്നത്. പോസ്റ്റ് മൗര്യൻ പീരീഡ് എന്താണെന്ന് ചിന്തിക്കേണ്ടതുണ്ട്. കാരണം മൗര്യൻ ഏജിൻ്റെ ഡിക്ലൈൻ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ പറഞ്ഞിരുന്നു, കുറേ ബ്രാഹ്മിൻസ് ഒക്കെ എന്ത് ചെയ്തു, ഈ ഒരു മൗര്യൻസിന് എതിരായിട്ട് വന്നപ്പം അവർ സ്വന്തമായിട്ട് കുറേ ഡൈനാസ്റ്റീസ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ എന്ത് ചെയ്യുവാണ്, റിവൈവൽ ഓഫ് ബ്രാഹ്മണിസമാണ്. ഒരു വേദിക് ഏജിലേക്ക് തിരിച്ചു പോവുകയാണ്. വളരെ ഡിക്ലൈൻ ആയിട്ടുള്ളൊരു പീരീഡിലേക്കാണ് നമ്മൾ മടങ്ങിപ്പോകുന്നതെന്ന് ഫസ്റ്റ് നമ്മൾ ചിന്തിക്കണം. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ വെസ്റ്റേൺ റീജിയനിൽ മൗര്യൻസ് വേണ്ട വിധത്തിൽ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഒരുപാട് ഫോറിൻ ഇൻവേഷൻസ് ഉണ്ടാകാൻ തുടങ്ങി. അപ്പോൾ എന്ത് ചെയ്യാണ്, ഫോറിനേഴ്സും വന്നു തുടങ്ങി. അപ്പോൾ രണ്ട് രീതിയിലാണ് ഈ ഒരു പീരീഡിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, നേറ്റീവായിട്ടുള്ള കുറേ ആൾക്കാർ, ഇവിടെ തന്നെ ഉള്ളവർ എന്ത് ചെയ്തു, പുതിയ പുതിയ കിങ്ഡംസ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. അതുപോലെ തന്നെ ഫോറിൻ ഇൻവേഷൻസ് വന്നപ്പം അവർ ആ ഒരു റീജിയനിൽ ഉണ്ടാക്കിയ പുതിയ എംപയർസ്, ഇതിൻ്റെ എല്ലാം ഒരു മിക്സ്ചറാണ് പോസ്റ്റ് മൗര്യൻ പീരീഡ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞു ഇതൊരു ഡിക്ലൈൻ പീരീഡാണെന്ന്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് പറയാം, മൗര്യൻസിലാണെങ്കിലും കുറച്ചൊക്കെ ആ ഒരു എന്താണ്, ഒരു ജനാധിപത്യമൊക്കെ ഏകദേശം കാണാൻ പറ്റുന്നുണ്ടായിരുന്നു, എവിടെയെങ്കിലുമൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇനി പോസ്റ്റ് മൗര്യൻ പീരീഡിന് ശേഷം വരുന്ന ഗുപ്ത പീരീഡാണ്. ആ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡൻ ഏജ് എന്നാണ് നമ്മൾ ഹിസ്റ്ററിയിൽ വിളിക്കുന്നത്. അതായത് ഒരു പൊളിറ്റിക്കൽ ഇൻറ്റഗ്രേഷൻ കാണാൻ പറ്റും. ഇൻ ബിറ്റ്വീനുള്ള ഈ ഒരു പോസ്റ്റ് മൗര്യൻ പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഡിക്ലൈൻ ആയിട്ടുള്ളൊരു പീരീഡാണ്. നമുക്ക് ഡാർക്ക് ഏജ് എന്ന് വിളിക്കാം. കാരണം പൊളിറ്റിക്കൽ ഹിസ്റ്ററി ഫോക്കസ് ചെയ്ത് നോക്കുവാണെങ്കിൽ ശരിക്കും ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും എന്താണ്, കോൺഫ്ലിക്ട്സും വാർസും ഇതൊക്കെയാണ് ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ ഈ ഡാർക്ക് ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു ഡാർക്ക് ഏജ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ പൊളിറ്റിക്കൽ ഹിസ്റ്ററിയുടെ ഒരു എവല്യൂഷൻ എന്ന് പറയാം. അതിന് മുമ്പ് എന്താണ്, വാർസ്, കോൺഫ്ലിക്ട്സ്, പുതിയ പുതിയ ആൾക്കാർ വരുന്നു, അടികൂടുന്നു, അങ്ങനെ എല്ലാം ഇത്തരം കാര്യങ്ങൾ മാത്രമാണ് കൂടുതലായിട്ട് കാണുന്നത്. പക്ഷേ ഡാർക്ക് ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആദ്യമായിട്ട് തുടങ്ങുന്ന ഒരു കാലഘട്ടമാണ്. അപ്പം നമുക്ക് പറയാം ഈ ഒരു പീരീഡിലാണ് പൊളിറ്റിക്കൽ ഡിസിൻറ്റഗ്രേഷൻ ഉണ്ടായിരുന്നത്. പക്ഷേ എന്നാണ് ഭയങ്കര ഡിക്ലൈൻ ആയിട്ടുള്ളൊരു പീരീഡാണ് എല്ലാത്തിനെയും കമ്പയർ ചെയ്യുമ്പോൾ. കാരണം വേദിക് ഏജിലേക്ക് മടങ്ങുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ നമുക്ക് മനസ്സിൽ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, പോസ്റ്റ് മൗര്യൻസ് ഇന്ത്യൻ കൾച്ചറും ഇന്ത്യൻ റിലീജിയൻ തന്നെയാണ് അഡാപ്റ്റ് ചെയ്തേക്കുന്നത്. പക്ഷേ ഇവിടെ സെറ്റിൽ ചെയ്യുന്നവരാണെങ്കിൽ അവരവരുടെ റിലീജിയൻ തന്നെയാണ് ഫോളോ ചെയ്തത്. ഇവരുടെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചറായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം. പക്ഷേ നമുക്ക് ഫുള്ളി ഇതിനെ ഒരു ഡാർക്ക് ഏജ് എന്ന് പറഞ്ഞ് അങ്ങ് തള്ളിക്കളയാൻ പറ്റില്ല. കാരണം അതിന് ശേഷം വരുന്ന ഗുപ്ത പീരീഡ് എന്ന് പറഞ്ഞാൽ ഗോൾഡൻ പീരീഡാണ്. അതുകൊണ്ട് തന്നെ ഗുപ്ത പീരീഡിന് വേണ്ടിയുള്ള ബേസ്മെൻറ്റ് കൊടുത്തത് പോസ്റ്റ് മൗര്യൻസ് തന്നെയാണെന്ന് പറയാം. എന്തുകൊണ്ട് ഈ ബേസ്മെൻറ്റ് കൊടുത്തു, ഇത്രയും ഡിക്ലൈൻ പീരീഡ് കാരണം എങ്ങനെയാണ് അതൊരു ബേസ്മെൻറ്റ് കൊടുത്തതെന്നൊന്നും അങ്ങനെ ഒരു കൺഫ്യൂഷൻസ് നമുക്ക് വരാൻ പാടില്ല. കാരണം ഇപ്പോൾ ഒരു ഡൈനാസ്റ്റി തകർന്നു എന്ന് വിചാരിക്കുക. അങ്ങനെ തകർന്നു കഴിഞ്ഞാൽ ഒരിക്കലും അത് എന്താണ്, റിമെയിൻ ചെയ്തു പോയ കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ പൊളിറ്റിക്കലായിട്ടാണെങ്കിലും എക്കണോമി ആണെങ്കിലും ഒരു സോഷ്യൽ സിസ്റ്റം ആണെങ്കിലും കുറച്ച് കാര്യങ്ങൾ അത് അവിടെ ഇട്ടിട്ട് പോയിട്ടുണ്ടാവും. അത് ഉറപ്പായിട്ടും കണ്ടിന്യൂ ചെയ്യും. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ഡൈനാസ്റ്റി മാറുന്നു എന്നേ ഉള്ളൂ. പക്ഷേ അത് കൊണ്ടുവന്നിട്ടുള്ള കുറേ കൾച്ചറും കാര്യങ്ങളും കണ്ടിന്യൂ ചെയ്യുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാം, പോസ്റ്റ് മൗര്യൻസ് തന്നെയാണ് ഗുപ്ത പീരീഡിലേക്കുള്ള ബേസ്മെൻറ്റ് കൊടുത്തത്. പക്ഷേ എന്താണ്, ഈ ഒരു പീരീഡിൽ ഒരുപാട് സോഷ്യൽ ചേഞ്ചസ് കാര്യങ്ങളും ഉണ്ടായി. അതൊക്കെ നമ്മുടെ ഇന്ത്യയുടെ പ്രൈഡിനെ ഡിക്ലൈൻ ചെയ്യുന്ന കാലഘട്ടം തന്നെയായിരുന്നു. അതുപോലെ തന്നെ ഫ്യൂഡലിസം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റും എമേർജ് ചെയ്യാൻ തുടങ്ങുന്നത് ഈ ഒരു പീരീഡിലാണ്. നമുക്ക് ഏകദേശം ഒരു 200 BC ഒക്കെ ആയപ്പോഴേക്കും നമ്മുടെ ഒരു ഇന്ത്യൻ സിസ്റ്റം നോക്കുവാണെങ്കിൽ വലിയ മൗര്യൻസ് പോലുള്ളൊരു ലാർജ് എംപയർ ഒന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ പക്ഷേ നമുക്ക് ആ ഒരു പീരീഡിലും സെൻട്രൽ ഏഷ്യയുമായിട്ട് ഇന്ത്യക്ക് ഒരു നല്ല കോണ്ടാക്റ്റ് തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈസ്റ്റ് ഇന്ത്യ, സെൻട്രൽ ഇന്ത്യ, ഡെക്കാൻ റീജിയനൊക്കെ നോക്കിയപ്പം പുതിയ നേറ്റീവായിട്ടുള്ള കിങ്ഡംസ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. നമ്മൾ ആ നോർത്ത് വെസ്റ്റ് ഇന്ത്യയിലേക്ക് പെട്ടെന്ന് നോക്കിയപ്പോഴേക്കും അവിടെ കാണാൻ പറ്റുന്നത് അവിടെ മൊത്തം ഫോറിൻ ഇൻവേഷൻസും വരുന്നു. അപ്പോൾ ഈ ഒരു ചേഞ്ചസ് ആണ് ഈ ഒരു പീരീഡിൽ നമ്മൾ കണ്ടത്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇൻവേഷൻസ് വന്നു അല്ലേ. അപ്പം നമുക്ക് ഫസ്റ്റ് പഠിക്കേണ്ടത്, ആദ്യം ആരാണ് ഇന്ത്യയിലേക്ക് ഇൻവേഡ് ചെയ്തത്? ആ ഇൻവേഡ് ചെയ്ത ആൾക്കാരെ വിളിക്കുന്ന പേരാണ് ഇൻഡോ ഗ്രീക്സ്. അപ്പം ഗ്രീക്സ് ആണ് ആദ്യം ഇന്ത്യയിലേക്ക് ഇൻവേഡ് ചെയ്തത്.
നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ ഒരു ഇൻവേഷൻ്റെ മാപ്പ് നോക്കുവാണെങ്കിൽ ഹിന്ദുക്കുഷ് വഴിയാണ് ഗ്രീക്സ് ഇവിടെ വന്നത്. പക്ഷേ ഇവർ നേരത്തെ തന്നെ നോർത്തേൺ അഫ്ഗാനിസ്ഥാനിൽ സെറ്റിലായിട്ടുള്ളൊരു ആൾക്കാർ തന്നെയായിരുന്നു. നോർത്തേൺ അഫ്ഗാനിസ്ഥാനി ബാക്ട്രിയ എന്ന് പറയുന്ന ആ ഒരു എംപയർ ആണ് ഈ ഇൻഡോ ഗ്രീക്സ് വന്നേക്കുന്നത്. അപ്പോൾ നോർത്ത് അഫ്ഗാനിസ്ഥാനിൽ ഓൾറെഡി അവരുണ്ടായിരുന്നു ആ ഒരു മൗര്യൻസ് പീരീഡിൽ. എന്നിട്ട് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഫോഴ്സ്ഫുള്ളി ഇന്ത്യയിലേക്ക് ഇൻവേഡ് ചെയ്യേണ്ടി വന്നു. അതിൻ്റെ റീസൺ പറയുന്നതിന് മുമ്പ് ഈ ഒരു നോർത്തേൺ അഫ്ഗാനിസ്ഥാനിലെ ബാക്ട്രിയ എന്ന് പറയുന്ന റീജിയനും പിന്നെ ഒരു ഇറാൻ്റെ അഡ്ജോയിൻ റീജിയനും കൂടി ചേർന്നിട്ടുള്ളൊരു എംപയറിനെ, ആ ഒരു 2 റീജിയനെയും കൂടി ഒരുമിച്ച് പാർത്തിയ എന്ന് വിളിക്കാം. ഈ ഒരു റീജിയനിലെ എംപയറിനെ വിളിക്കുന്ന പേരാണ് സെലൂസിഡ് എംപയർ എന്ന് പറയും. അപ്പോൾ ഇവർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഗ്രേറ്റ് വാൾ ഓഫ് ചൈന ഏകദേശം 206 BC ആ ഒരു കാലഘട്ടത്തിലാണ് ഗ്രേറ്റ് വാൾ ഓഫ് ചൈന വന്നത്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ അവർ ആ വോള് നിർമ്മിക്കാനുള്ള കാരണം എന്താണ്? അവരുടെ റീജിയണിലേക്ക് സൈത്യൻസിൻ്റെ ഇൻവേഷൻസ് വന്നു. അപ്പോൾ അവരെന്ത് ചെയ്തു? അവരുടെ റീജിയൻ അങ്ങ് പ്രൊട്ടക്റ്റ് ചെയ്തു. അപ്പോൾ ഈ സൈത്യൻസിന് എന്ത് ചെയ്തു? എന്തായാലും ആ റീജിയനിലേക്ക് പോകാൻ പറ്റത്തില്ല എന്നുള്ളൊരു അവസ്ഥയായി. ഈ സൈത്യൻസ് ആരാന്ന് ഓർമ്മയുണ്ടല്ലോ, ഇറാനിയൻ നൊമാഡിക് പീപ്പിളാണ്. അപ്പോൾ ഇവർ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ റൂട്ട് അങ്ങ് ടേൺ ചെയ്തു വന്നപ്പോഴേക്കും ആരാണ് അവിടെ ഉള്ളത്? ആ ഒരു നോർത്തേൺ അഫ്ഗാനിസ്ഥാൻ റീജിയനിൽ ഈ പറഞ്ഞ ബാക്ട്രിയൻസ് ഉണ്ട്. ഇവരുടെ ഇൻവേഷൻസ്, ഇവരുടെ ഗ്രോയിങ് പ്രഷർ കാരണം ഈ സൈത്യൻസ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങിയതോടുകൂടി ഇവരെന്ത് ചെയ്തു? ഫോഴ്സ്ഫുള്ളി ഇന്ത്യയിലേക്ക് വരേണ്ടി വന്നു. അങ്ങനെയാണ് അവരെന്ത് ചെയ്തത്? ഇന്ത്യൻ റീജിയനിലോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങിയത്. ഇന്ത്യയിലേക്ക് വന്നപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ അശോകയ്ക്ക് ശേഷമുള്ള സക്സസേഴ്സ് എല്ലാവരും വീക്കായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് എളുപ്പത്തിൽ തന്നെ എവിടേക്ക് കയറാൻ പറ്റി? ഇന്ത്യയിലേക്ക് ഇൻവേഡ് ചെയ്യാൻ പറ്റി. ഏകദേശം ഒരു 2nd century BC കാലഘട്ടമൊക്കെ ആയപ്പോഴേക്കും അവർ നല്ല രീതിയിൽ, നേരത്തെ അലക്സാണ്ടർ ഇവിടെ വന്നിരുന്നു, ഈ നോർത്ത് വെസ്റ്റേൺ റീജിയൻ ഓൾമോസ്റ്റ് കവർ ചെയ്തത്. പക്ഷേ അലക്സാണ്ടറിനേക്കാളും ലാർജർ ആയിട്ടുള്ളൊരു പാർട്ട് ഇവർക്ക് ഇൻവേഡ് ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ജോഗ്രഫിക്കൽ എക്സ്റ്റെൻറ്റ് പറയുകയാണെങ്കിൽ ഏകദേശം അയോധ്യ, പാട്ലിപുത്ര ആ റീജിയൻ വരെ ഇവർക്ക് പുഷ് ചെയ്ത് അവരുടെ ആ ഒരു ഗ്രീക്സിൻ്റെ റൂൾ അല്ലെങ്കിൽ അവരുടെ ഒരു എംപയർ അവിടെ ഡെവലപ്പ് ചെയ്യാൻ പറ്റി. പക്ഷേ ഇവരുടെ ഒരു റൂളിങ് നേച്ചർ അത്ര യുണൈറ്റഡ് റൂളൊന്നും അല്ലായിരുന്നു. ഒരു യൂണിറ്റി കൊണ്ടുവരാനൊന്നും ഇവർക്ക് പറ്റിയിട്ടില്ല. ഈ ഒരു കാലഘട്ടത്തിൽ മെയിനായിട്ട് 2 ഗ്രീക്സ് ഡൈനാസ്റ്റീസാണ് പാരലായിട്ട് സെയിം ടൈമിൽ തന്നെ ഇവിടെ റൂൾ ചെയ്തിട്ടുള്ളത്. അതിൽ ഏറ്റവും ഫസ്റ്റ് ഇൻഡോ ഗ്രീക്ക് റൂളർ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ മെനൻഡർ ഏകദേശം ഈ ഒരു റീജിയൻ ഭരിച്ചിരുന്നത് 165 to 145 BC കാലഘട്ടത്തിലാണ്. ഇദ്ദേഹത്തിനെ മിലിൻഡ എന്നും വിളിക്കും. ഇദ്ദേഹത്തിൻ്റെ ക്യാപിറ്റലാണ് സക്കാല എന്ന് പറയുന്ന റീജിയൻ ഏകദേശം പഞ്ചാബ് ആ ഒരു റീജിയനിലാണ് ഈ സക്കാല എന്ന് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു എംപയറിൻ്റെ ക്യാപിറ്റൽ സകാലയായിരുന്നു. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഇൻവേഷൻ ഏകദേശം ഗംഗ, യമുന, ഡോയാബ് അവിടം വരെ നീണ്ടിരുന്നു. പക്ഷേ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ എടുത്ത് പറഞ്ഞിരുന്നു പോസ്റ്റ് മൗര്യൻസ് എന്താണ്, അവർ ഇന്ത്യൻ കൾച്ചറും ഇന്ത്യൻ റിലീജിയൻ തന്നെയാണ് അഡാപ്റ്റ് ചെയ്തത്. അപ്പോൾ ഇവിടെ ഇൻവേഡ് ചെയ്ത് വന്ന ആൾക്കാരാണ് ഈ ഇൻഡോ ഗ്രീക്സ് അല്ലേ. അപ്പോൾ ഇവർ ഈ ഫസ്റ്റ് ഗ്രീക്ക് റൂളറായ മെനാൻഡർ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നാഗസേന അല്ലെങ്കിൽ നാഗാർജുന എന്ന് വിളിക്കും. അദ്ദേഹം ഒരു ബുദ്ധിസ്റ്റ് ഏജാണ്. ഈ ബുദ്ധിസ്റ്റ് സേജിൻ്റെ എടുത്ത് എന്താണ് ബുദ്ധിസത്തിനെ പറ്റി ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു. ആ ക്വസ്റ്റ്യൻസിൻ്റെയൊക്കെ റിപ്ലൈയുടെ ഫലമായിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്തു? മെനാൻഡർ ബുദ്ധിസത്തിലേക്ക് കൺവേർട്ടായി. അപ്പോൾ ഇവരുടെ 2 പേരുടെയും ഈ നാഗസേനയുടെയും മെനാൻഡറിൻ്റെയും കോൺവെർസേഷൻ അടങ്ങുന്നൊരു ബുക്ക് നമുക്ക് റെക്കോർഡ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ആ ഒരു ബുക്കിൻ്റെ പേരാണ് മിലിൻഡ പെന്നാഹോ. അതെന്ന് പറഞ്ഞാൽ ഈ ഇവർ തമ്മിലുള്ള ക്വസ്റ്റ്യൻസും ആൻസറുമാണ് അതിൽ കൊടുത്തേക്കുന്നത്. പിന്നീട് ഈ ഒരു ഇൻഡോ ഗ്രീക്സ് ആണ് കോയിൻസ് ഇഷ്യൂ ചെയ്യാൻ തുടങ്ങിയത്. പക്ഷെ നമുക്കറിയാം മൗര്യൻ ഏജിൽ പഞ്ചമാർക്ക്ഡ് കോയിൻസ് ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് ഇങ്ങനെ പറയാം, ഗോൾഡ് കോയിൻസ് ഇന്ത്യയിൽ ആദ്യം കൊണ്ടുവന്നത് ഇൻഡോ ഗ്രീക്സ് തന്നെയായിരുന്നു. പിന്നെ ഇവരുടെ മറ്റൊരു ഫീച്ചറാണ് ഇവരുടെ ആർട്ട് ആൻഡ് കൾച്ചറിൻ്റെ ഫലമായിട്ടാണ് ഗാന്ധാര ആർട്ടിന് ഇന്ത്യയിൽ ഒരു ബേസ്മെൻ്റ് ഉണ്ടാവുന്നത്. സോ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാക്ട്രിയൻസ് സൈത്യൻസിനെ പേടിച്ച് മൂവ് ചെയ്ത് ഇന്ത്യയിൽ വന്നു. അവർ ഇൻഡോ ഗ്രീക്സ് എന്നറിയപ്പെട്ടു. പക്ഷേ സൈത്യൻസ് എന്താണ്? നൊമാഡിക് പീപ്പിളാണ്, ഇറാനിയൻ നൊമാഡിയൻ പീപ്പിളാണ്. അവരെ സാഗാസ് എന്നും വിളിക്കും. അപ്പോൾ ഈ സാഗാസ് എന്തോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വീണ്ടും മൂവ് ചെയ്യാൻ തുടങ്ങി.
അങ്ങനെ എന്ത് ചെയ്തു, ഗ്രീക്സിനെ തകർത്തിട്ട് അവരെ സൈത്യൻസ് എവിടെ എൻ്റർ ചെയ്തു, ഇന്ത്യയിലേക്ക് എൻ്റർ ചെയ്തു. അപ്പോൾ ഇനിയൊരു സാഗാസ്, ആ ഒരു ഡൈനാസ്റ്റിയെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ സാഗാസിന് അല്ലെങ്കിൽ സൈത്യൻസിന് 5 ബ്രാഞ്ചുണ്ട്, അവരുടെ ഒരു റൂളിംഗ് ബ്രാഞ്ചുണ്ട്. ഫസ്റ്റ് അവർ സെറ്റിൽ ചെയ്ത് അഫ്ഗാനിസ്ഥാനിലായിരുന്നു. സെക്കൻഡ് പഞ്ചാബിൽ അവരുടെ ക്യാപിറ്റൽ ടാക്സിലെ ആയിരുന്നു. പിന്നീട് അവർ ഈ മധുര റീജിയനിൽ ഏകദേശം 2nd സെഞ്ച്വറീസ് വരെ അവർ റൂൾ ചെയ്തിരുന്നു. പിന്നീട് വെസ്റ്റേൺ ഇന്ത്യയിൽ ഏകദേശം 4th സെഞ്ച്വറി AD വരെ അവർ റൂൾ ചെയ്തിരുന്ന ഒരു റീജിയനാണ്. പിന്നീട് അപ്പർ ഡെക്കാൻ. ഇത്രയാണ് ഇവരുടെ ഒരു ജോഗ്രഫിക്കൽ എക്സ്റ്റെൻറ്റ് പറഞ്ഞാൽ. സാഗാസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവരിവിടെ സെറ്റിൽ ചെയ്തപ്പോൾ ഇവിടുത്തെ ജനങ്ങളുടെ ഭാഗത്തു നിന്നാവട്ടെ, ഇവിടെയുള്ള റൂളേഴ്സിൻ്റെ ഭാഗത്തു നിന്നാവട്ടെ അത്ര ഒരു എഫക്റ്റീവായിട്ടുള്ള റെസിസ്റ്റൻസ് ഒന്നും അവർക്ക് നേരിടേണ്ടി വന്നിട്ടില്ലായിരുന്നു. ഇവരുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സാഗാ റൂളർ ആരാണെന്ന് വെച്ചാൽ രുദ്രഡാമൻ ഫസ്റ്റാണ്. ഏകദേശം 130 to 150 AD കാലഘട്ടത്തിലാണ് അദ്ദേഹം ഈ ഒരു റീജിയൻ ഭരിച്ചിരുന്നത്. ഈ അദ്ദേഹത്തിൻ്റെ ആ ഒരു ജോഗ്രഫിക്കൽ എക്സ്റ്റെൻറ്റ് ഇന്ത്യയിൽ നോക്കുവാണെങ്കിൽ സിന്ധ് റീജിയൻ, കച്ച് റീജിയൻ, ഗുജറാത്ത്, നർമ്മദ വാലി, മാൽവ, കത്തേവാർ, കൊങ്കൺ. ഈ കൊങ്കൺ റീജിയനൊക്കെ ഇവിടെ വരുന്ന വേറൊരു നേറ്റീവ് ഡൈനാസ്റ്റിയാണ് സതവാഹനാസ്. അവരിൽ നിന്ന് റിക്കവർ ചെയ്ത് എടുത്ത റീജിയനാണ് കൊങ്കൺ റീജിയൻ. അതുപോലെ തന്നെ കത്തേവാർ എന്ന് പറഞ്ഞാൽ സെമി അരിഡ് ആയിട്ടുള്ളൊരു റീജിയനാണ്. ഈ ഒരു റീജിയനിലാണ് സുദർശന ലേക്ക് വരുന്നത്. ഇദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സുദർശന ലേക്ക് ഓൾഡ് ഏജും മൗര്യൻ ഏജിലും ഒക്കെ യൂസ് ചെയ്തിരുന്നൊരു ലേക്കാണ്. അപ്പോൾ ഈ ഒരു ലേക്കിന് വേണ്ടുന്ന റിപ്പയർ എല്ലാം ചെയ്ത് അതിനൊരു ഇറിഗേഷന് വേണ്ടിയുള്ള രീതിയിൽ അതിനെ ഡെവലപ്പ് ചെയ്തെടുത്തത് ഇദ്ദേഹമായിരുന്നു. ഇവിടെ ഒരുപാട് ഫോറിനേഴ്സ് വന്ന് പോയിട്ടുള്ളതാണ്. പക്ഷേ ഇദ്ദേഹം സാൻസ്ക്രിറ്റിനെയാണ് അദ്ദേഹം സ്വീകരിച്ചിരുന്നത്. സാൻസ്ക്രിറ്റിനോട് അദ്ദേഹത്തിന് പ്രത്യേകമായൊരു ഇഷ്ടമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു ലോങ് ഇൻസ്ക്രിപ്ഷൻ ആദ്യമായിട്ട് ഇഷ്യൂ ചെയ്തു. അതാണ് ചേസ്റ്റ് സാൻസ്ക്രിറ്റ് എന്ന് പറയും. എന്തുകൊണ്ട് അതൊരു ഇമ്പോർട്ടൻ്റ് ആയ ഈ ഒരു ലോങ് ഇൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞത്, ഇതിനു മുമ്പ് നമുക്ക് കിട്ടിയിട്ടുള്ള എല്ലാ ലോങ് ഇൻസ്ക്രിപ്ഷൻസും പ്രാകൃത് ലാംഗ്വേജിലായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു ചേസ്റ്റ് സാൻസ്ക്രിറ്റ് ആ ഒരു എഴുതിയിട്ടുള്ള ലോങ് ഇൻസ്ക്രിപ്ഷൻസ് അദ്ദേഹം ഇഷ്യൂ ചെയ്തു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആവുന്നത്. ഇനി ഏകദേശം ഒരു 58 BC ഒക്കെ എടുക്കുവാണെങ്കിൽ ഉജ്ജയിനിലെ കിങ്ങും സാഗാസും തമ്മിൽ നല്ല അടിയുണ്ടായിരുന്നു. അപ്പം ആ ഉജ്ജയിനിൽ ആ ഒരു അടിയാണ് സാഗാസിനെ ഇവിടെ നിന്ന് ഔട്ടാക്കാനുള്ള റീസണായിട്ട് മാറുന്നത്. പക്ഷേ അദ്ദേഹം ഈ ഒരു സക്സസ്സോട് കൂടി അദ്ദേഹത്തിനെ തന്നെ വിക്രമാദിത്യ എന്ന് വിളിച്ചു. അതുപോലെ അദ്ദേഹത്തിൻ്റെ ആ ഒരു പീരീഡിനെ വിക്രമ സംവത് ഇറ എന്ന് അദ്ദേഹം സ്വയം വിളിച്ചു. ഇപ്പോൾ ഈ ഒരു റോമൻ എംപയർ ഒക്കെ എടുക്കുകയാണെങ്കിൽ സീസർ എന്ന് പറഞ്ഞാൽ അതൊരു ടൈറ്റിലായിട്ടാണ് അവർ യൂസ് ചെയ്യുന്നത്. കാരണം അവരുടെ പവറിൻ്റെ ആ ഒരു ഗ്രേറ്റ്നെസ് അവർ തന്നെ എംഫസൈസ് ചെയ്യുന്നത് ഈ സീസർ എന്ന് പറയുന്ന ആ ഒരു ടേം യൂസ് ചെയ്തിട്ട്. അതുപോലെ തന്നെ ഈ കിങ്ങും സ്വയം അദ്ദേഹത്തിനെ തന്നെ പുകഴ്ത്താൻ വിക്രമാദിത്യ എന്ന് സ്വയം വിളിച്ചു. അത് പിന്നീട് ഒരു ഫാഷനായിട്ട് മാറി. ഒരുപാട് ഇന്ത്യൻ കിങ്സ് സ്വയം എന്ത് ചെയ്തു, വിക്രമാദിത്യ എന്ന് പറഞ്ഞ ടൈറ്റിൽ യൂസ് ചെയ്യാൻ തുടങ്ങി. അത് നമ്മുടെ ഹിസ്റ്ററിയിൽ തന്നെ ഏകദേശം ഒരു 14 വിക്രമാദിത്യാസ് ഉണ്ട്. ഇത് ഏകദേശം ഈ ഒരു ഫാഷൻ ഒരു 12th സെഞ്ച്വറി AD വരെ കണ്ടിന്യൂ ചെയ്തിരുന്നു. മെയിനായിട്ട് വെസ്റ്റേൺ ഇന്ത്യയിലും വെസ്റ്റേൺ പാർട്ട് ഓഫ് ഡെക്കാനിലൊക്കെയാണ് ഈ ഒരു സ്റ്റൈൽ ഓഫ് യൂസേജ് വന്നത്. ഈ ഒരു സാഗാസിൻ്റെ ഡോമിനേഷൻ ടൈമിൽ തന്നെ പാരലലായിട്ട് നോർത്ത് വെസ്റ്റേൺ ഇന്ത്യയിൽ മറ്റൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ അല്ലെങ്കിൽ ഡൈനാസ്റ്റീസ് ഉണ്ടായിരുന്നു. അവരെ പാർത്തിയൻസ് എന്ന് വിളിക്കാം. ഈ പാർത്തിയൻസും ഒറിജിനലി അവർ ഇറാനിൽ തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അവർ പതുക്കെ മൂവ് ചെയ്തിട്ടാണ് ഇന്ത്യയിലേക്ക് വന്നത്. അപ്പോൾ ഈ ഒരു സാഗാസിൻ്റെ സെയിം ടൈമിൽ തന്നെയാണ് പാർത്തിയൻസും ഇവിടെ റൂൾ ചെയ്തിരുന്നതെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഈ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു പാർത്തിയൻ കിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ഗോണ്ടഫെറസ്. അദ്ദേഹത്തിൻ്റെ ടൈമിലാണ് സെൻറ്റ് തോമസ് ഇന്ത്യയിലേക്ക് വരുന്നത് ക്രിസ്ത്യാനിറ്റി പ്രൊപ്പഗേറ്റ് ചെയ്യാൻ. പക്ഷേ ഈ ഒരു 2 റൂളിംഗ് ഡൈനാസ്റ്റീസും സാഗാസ് ആണെങ്കിലും അതുപോലെ തന്നെ പാർത്തിയൻസും ഇവർ വളരെ വലിയ കോൺട്രിബ്യൂഷനാണ് ഇന്ത്യൻ കൾച്ചറിലാണെങ്കിലും പൊളിറ്റിയിലും നമുക്ക് തന്നിട്ടുള്ളത്. ഈ ഒരു പാർത്തിയൻസിന് ശേഷം വന്നിട്ടുള്ള ഒരു ഡൈനാസ്റ്റിയാണ് കുഷൻസിന് ശരിക്കും പറഞ്ഞാൽ 5 ഗോത്രങ്ങൾ ചേർന്നിട്ടുള്ളൊരു ട്രൈബൽ ഗ്രൂപ്പാണ് ഈ കുഷൻസ് എന്ന് പറയുന്നത്. ആ ഒരു ട്രൈബൽ ഗ്രൂപ്പിനെ
ഈ ഒരു 5 ക്ലാൻസ് ചേർന്നിട്ടുള്ള ആ ഒരു ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് യുവേഷി ട്രൈബ് എന്ന് പറയും. യുവേഷി ട്രൈബ്. ഈ യുവേഷി ട്രൈബാണ് കുഷൻസ്. ഈ ഒരു കുഷൻസിൻ്റെ ഒരു എൻട്രിയെ പറ്റി പറയുകയാണെങ്കിൽ ഇവർ ഏകദേശം ഒരു നോർത്ത് സെൻട്രൽ ഏഷ്യയിലായിരുന്നു ഇവർ ആദ്യം സെറ്റിൽ ചെയ്തേക്കുന്നത്. ആ ഒരു സ്റ്റെപ്പീസ് റീജിയനിലായിരുന്നു, അതായത് ചൈനയോട് ചേർന്നിട്ടുള്ള ഒരു നെയ്ബർ റീജിയൻ. ഇപ്പോഴത്തെ ഒരു ജോഗ്രഫി പറയുകയാണെങ്കിൽ ഈ കസാക്കിസ്ഥാനും താജിക്കിസ്ഥാനും ഒക്കെ വരുന്ന ആ ഒരു സെൻട്രൽ ഏഷ്യൻ റീജിയനിലായിരുന്നു ഇവർ ഫസ്റ്റ് ഉണ്ടായിരുന്നത്. എന്നിട്ട് ഈ കുഷൻസ് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം അഫ്ഗാനിസ്ഥാനിലേക്ക് വന്നു. അഫ്ഗാനിസ്ഥാനിൽ ഏത് റീജിയനാണ്? ബാക്ട്രിയ. ആ ഡൈനാസ്റ്റി റൂൾ ചെയ്തിരുന്നത് സാഗാസ് ആയിരുന്നു. അപ്പോൾ ഈ സാഗാസിനെ ഫസ്റ്റ് അവർ ഡിസ്പ്ലേസ് ചെയ്തു. എന്നിട്ട് അവർ പതുക്കെ മൂവ് ചെയ്ത് കാബൂൾ വാലിയിലേക്ക് വന്നു. കാബൂൾ വാലിയിലേക്ക് വന്നിട്ട് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഹിന്ദുക്കുഷ് ക്രോസ് ചെയ്തിട്ട് ഗാന്ധാര റീജിയനിലെത്തുകയും ആ ഗാന്ധാര റീജിയൻ സീസ് ചെയ്തെടുക്കുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു ഇന്ത്യയിലേക്ക് വരുമ്പോൾ മെയിനായിട്ട് ഇവർക്ക് റീപ്ലേസ് ചെയ്യേണ്ട ആൾക്കാർ പാർത്തിയൻസും ഗ്രീക്സുമാണ്. അപ്പോൾ എന്ത് ചെയ്തു? ഈ ഒരു ഗാന്ധാര റീജിയനിലെത്തി പാർത്തിയൻസിനെ ഗ്രീക്സിനെ റീപ്ലേസ് ചെയ്തിട്ട് അവരുടെ ആ ഒരു അതോറിറ്റി ആ ഒരു ലോവർ ഇൻഡസ് റീജിയനിൽ ഉറപ്പിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ഫർദർ അവരെന്ത് ചെയ്യും? മൂവ് ചെയ്ത് ഗാൻജറ്റിക് ബേസിനിലേക്ക് എത്തി അവിടെയും എന്ത് ചെയ്യും? അവരുടെ ഒരു അതോറിറ്റി പ്ലേസ് ചെയ്യും. അപ്പോൾ ഇവരുടെ ഒരു മൂവ്മെൻറ്റ് പറയുകയാണെങ്കിൽ എന്താണ്? സെൻട്രൽ ഏഷ്യ തൊട്ട് ഇന്ത്യയിലെ ആ ഒരു UP വാരണാസി വരെയാണ് പറയുന്നത്. അപ്പോൾ സെൻട്രൽ ഏഷ്യയിലെ ഒരു റീജിയൻ പറയുകയാണെങ്കിൽ ഖൊറസാൻ റീജിയനിൽ നിന്ന് വാരണാസി വരെയുള്ള റീജിയൻ വരെയാണ് ഇവരുടെ ഒരു ജോഗ്രഫിക്കൽ എക്സ്റ്റെൻറ്റ് പറയുന്നത്. റിവർ സിസ്റ്റം നോക്കുവാണെങ്കിൽ ആ ഒരു സെൻട്രൽ ഏഷ്യയിലുള്ള റിവറാണ് ഒക്സസ് റിവർ ടു ഗംഗാ റിവർ. ഇത്രയാണ് അവരുടെ ഒരു ജോഗ്രഫിക്കൽ എക്സ്റ്റെൻറ്റ് പറഞ്ഞാൽ. ഈ ഒരു റീജിയൻ നോക്കുമ്പം ഇന്നത്തെ 5 മോഡേൺ കൺട്രീസ് ഇവരുടെ അണ്ടറിലാണെന്ന് പറയാം കുഷൻസിൻ്റെ. എസ്പെഷ്യലി USSR, പിന്നീട് വരുവാണെങ്കിൽ ഫുൾ വോൾ പാകിസ്ഥാൻ, പിന്നെ ഇറാൻ്റെ കുറച്ച് പോർഷൻസ്, പിന്നെ നോർത്ത് ഇന്ത്യ, ഇത്രയും റീജിയൻ എല്ലാം ഇവരുടെ അണ്ടറിൽ വരുവാണ്. അപ്പം ഈ 5 മോഡേൺ കൺട്രീസിൻ്റെ എന്താണ് ഒരു കൾച്ചറിൻ്റെ മിക്സ്ചറാണ് ഇവരുടെ ഈ ഒരു ഇത്രയും എംപയറിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു? ഒരു ന്യൂ ടൈപ്പ് ഓഫ് കൾച്ചർ നമ്മുടെ ഒരു റീജിയനിൽ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. കുഷൻസിന് 2 സക്സസീവ് ഡൈനാസ്റ്റീസാണ് ഉണ്ടായിരുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് ഹൗസ് ഓഫ് ചീഫ്സ് എന്ന് പറയാം. ആ ഒരു ഹൗസ് ഓഫ് ചീഫ്സിനെ വിളിക്കുന്ന പേരാണ് കാഡ്ഫൈസസ്. കാഡ്ഫൈസസ് ഒരു ഹൗസ് ഓഫ് ചീഫാന്ന് പറഞ്ഞു. 2 കിങ്സ് ആയിരുന്നു ഈ ഒരു കാലഘട്ടത്തിൽ ഭരിച്ചിരുന്നത്. ഏകദേശം 28 വർഷം അവർ ഈ ഒരു റീജിയൻ ഭരിച്ചിരുന്നു. AD 50 കാലഘട്ടം തൊട്ടാണ് ഇവരുടെ ഒരു ഭരണം സ്റ്റാർട്ട് ചെയ്തിരുന്നത്. കാഡ്ഫൈസസ് ഫസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ് നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരുപാട് കോയിൻസ് ഇഷ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ റോമൻ കോയിൻസിനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ കോപ്പർ മിൻറ്റഡ് ആയിട്ടുള്ള കോയിൻസ് അദ്ദേഹം ഈ ഒരു കാലഘട്ടത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ഒരുപാട് എക്സ്കവേഷൻസിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ സെക്കൻഡ് കിങ് എന്ന് പറയുന്നത് കാഡ്ഫൈസസ് 2 ആണ്. കാഡ്ഫൈസസ് 2 അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഗോൾഡ് കോയിൻസ് അല്ലെങ്കിൽ മണി ഒരുപാട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഈസ്റ്റേൺ റീജിയൻ, ഇൻഡസിൽ നിന്ന് ഈസ്റ്റേൺ റീജിയനിലോട്ട് കൂടുതൽ എക്സ്റ്റൻഷൻ നടത്താനും അദ്ദേഹത്തിൻ്റെ എംപയർ വലുതാക്കാനും അദ്ദേഹം ശ്രമിച്ചിരുന്നു. ഈ ഒരു ഹൗസ് ഓഫ് കാഡ്ഫൈസസിനെ റീപ്ലേസ് ചെയ്ത് വന്നതാണ് കനിഷ്ക വളരെ ഫേമസ് ആയിട്ടുള്ളൊരു കുഷൻ കിങ് ആണ്. ഇപ്പോൾ ഏർലിയർ കുഷൻ കിങ്സിനെ നോക്കുകയാണെങ്കിൽ അവർ ഗോൾഡ് കണ്ടൻറ്റ് കൂടുതലുള്ള കോയിൻസ് ആയിരുന്നു നിർമ്മിച്ചിരുന്നത്. പക്ഷേ വളരെ ന്യൂമറസ് കോയിൻസ് യൂസ് ചെയ്തിരുന്നുള്ളൂ. പക്ഷേ പിന്നീട് അതിന് ശേഷം വന്നിട്ടുള്ളവർ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് തന്നിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി മധുര റീജിയനിലാണ് ഏറ്റവും കൂടുതൽ എക്സ്കവേഷൻസ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇൻസ്ക്രിപ്ഷൻസ് ആയാലും സ്കൾപ്ചേഴ്സ് ആണെങ്കിലും കോയിൻസ് ആണെങ്കിലും ഈ ഒരു റീജിയനിൽ നിന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം കുഷൻസിൻ്റെ സെക്കൻഡ് ക്യാപിറ്റൽ മധുരയാണെന്ന്. അതുപോലെ ഇതേ എക്സ്കവേഷൻസ് വാരണാസി, കൗസാംബി, ശ്രാവസ്തി ഈ റീജിയനിലൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഫോറിൻ ട്രാവലേഴ്സിനെ വണ്ടർ ചെയ്യാനായിട്ട് പേഷ്വാറിൽ അവരൊരു ഹ്യൂജ് സ്തൂപ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ പറഞ്ഞ കണക്ക് കുഷൻസിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള റൂളറാണ് കനിഷ്ക. അദ്ദേഹത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം ഒരുപാട് കാലം പിടിച്ചു നിന്നിരുന്നു. കാരണം ഈ ഒരു ചൈനീസ് റീജിയനിൽ നിന്ന് ഒരുപാട് ഡിഫെൻഡ് അദ്ദേഹത്തിന് വന്നിട്ടുണ്ട്. അത് അദ്ദേഹത്തെ ഒരുപാട് സഫർ ചെയ്തിരുന്നു. ഏകദേശം പിന്നീട് ഇദ്ദേഹത്തിൻ്റെ ആ ഒരു കാലഘട്ടം വരുന്നത് AD 78 ആണ്.
അതിന് നമ്മൾ സാഗ എറ എന്നാണ് പറയുന്നത്. അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ യൂസ് ചെയ്യുന്നതാണ്. അതുപോലെ ഇദ്ദേഹം സ്വീകരിച്ച റിലീജിയൻ ഇന്ത്യൻ റിലീജിയൻ തന്നെയാണ്. കാരണം ഇവരെല്ലാം ഫോറിനേഴ്സ് അല്ലേ, ഏലിയൻ ഇവിടെ ഇൻവേഡ് ചെയ്ത് ഡൈനാസ്റ്റീസ് ഉണ്ടാക്കിയതാണ്. പക്ഷേ അവർ സ്വീകരിച്ചതെല്ലാം എന്താണ്, ഇന്ത്യൻ കൾച്ചറും ഇന്ത്യൻ റിലീജിയൻസൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ അദ്ദേഹം ബുദ്ധിസത്തിനോട് അദ്ദേഹത്തിന് സ്പെഷ്യലായിട്ടൊരു അട്രാക്ഷൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ബുദ്ധിസ്റ്റ് കൗൺസിലിൽ കാശ്മീരിൽ കണ്ടക്ട് ചെയ്തിരുന്നു. ആ ഒരു കൗൺസിലിലായിരുന്നു ഡോക്ട്രിൻസ് ഓഫ് മഹായാന അത് ഫൈനലൈസ് ചെയ്തത്. അതുപോലെ ഇദ്ദേഹത്തിന് ആർട്ടിലും സാൻസ്ക്രിറ്റ് ലിറ്ററേച്ചറിലും പ്രത്യേകമായിട്ടുള്ളൊരു അത് പരിപോഷിപ്പിക്കാനായിട്ട് അദ്ദേഹം ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കനിഷ്കയുടെ സക്സസറായിട്ട് ഒരുപാട് കുഷൻസ് റൂളേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. നോർത്ത് വെസ്റ്റ് ഇന്ത്യയിൽ ഏകദേശം AD 230 അത്രയും കാലഘട്ടം വരെ അവർ ഈ ഒരു റീജിയൻ ഭരിച്ചിരുന്നു. ഇനി വളരെ രസകരമായിട്ട് പറഞ്ഞാൽ കുറേ ഈ ഒരു ഫോറിനേഴ്സ് ആണല്ലോ ഇവർ, എന്തായാലും ഫോറിനേഴ്സാണ്. പക്ഷേ ഇവരുടെ സക്സസറി കുറേ പേർക്കൊക്കെ ഇന്ത്യൻ നെയിംസ് ഉണ്ടായിരുന്നു. അവരുടെ രാജാക്കന്മാരൊക്കെ ഇന്ത്യൻ നെയിംസ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എക്സാമ്പിൾ പറഞ്ഞാൽ വസുദേവ എന്ന് പറയുന്നത് ഒരു കുഷൻ കിങ് ആണ്, ഫോറിനറാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ നെയിം ഇന്ത്യൻ നെയിമായിരുന്നു. ഇവരുടെ ഒരു എന്താണ് ഈ ഒരു റൂളിംഗ് ഡൈനാസ്റ്റിയെ തകർത്തുകൊണ്ട് വന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഒരു മിഡ് 3rd century AD ഒക്കെ ആയപ്പോഴേക്കും എന്ത് ചെയ്തു, കുഷൻ എംപയർ തകർന്നു. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഇറാനിൽ നിന്ന് വന്നിട്ടുള്ള സസനിയൻ പവറാണ്. സസനിയൻസ് ആരാന്ന് വെച്ചാൽ നിയോ പേർഷ്യൻ കിങ്ഡംസ് ആണ്. നിയോ പേർഷ്യൻ്റെ ലാസ്റ്റ് കിങ്ഡമാണ് സസേനിയൻ പവർ എന്ന് പറയുന്നത്. പക്ഷേ ഇവർക്ക് ശേഷമാണ് ആ ഒരു മുസ്ലിം ആ ഒരു റിലീജിയൻ ബേസ്ഡായിട്ട് ഗൾഫ് റീജിയനിലേക്കൊക്കെ സ്പ്രെഡ് ആവാൻ തുടങ്ങിയത് ആ ഒരു റിലീജിയൻ. അതിന് മുമ്പ് വരെയുള്ള ലാസ്റ്റ് കിങ്ഡമാണ് ഈ സസനിയൻ പവർ എന്ന് പറയുന്നത്. ഈ ഒരു പവറാണ് കുഷൻ എംപയറിനെ തകർത്തത്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പോസ്റ്റ് മൗര്യൻ പീരീഡിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പം തന്നെ പറഞ്ഞിരുന്നു, ഒരുപാട് നേറ്റീവ് ഒറിജിനായിട്ടുള്ള കിങ്ഡംസും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഏലിയൻസ് ആയിട്ടുള്ള ഒറിജിനായിട്ടുള്ള റൂളിംഗ് ഡൈനാസ്റ്റീസും ഉണ്ടായിരുന്നു. ഇന്ന് നമ്മൾ കുറേ ഏലിയൻ ഒറിജിനായിട്ടുള്ള ഡൈനാസ്റ്റിയെ പറ്റിയാണ് പറഞ്ഞത്. എല്ലാവരും വെസ്റ്റേൺ പാർട്ടിലേക്കാണ് വന്നത്. ഫസ്റ്റ് നമ്മൾ പഠിച്ചത് ഇൻഡോ ഗ്രീക്സ് ആയിരുന്നു, മിനാൻഡ. അതിനുശേഷം സാഗാസ് വന്നു. സാഗാസിനെ പറ്റി നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു. അതിനുശേഷം പാർത്തിയൻസിന് ശേഷം കുഷൻസ്. ഇത്രയുമാണ് എന്താണ് ഒരു ഏലിയൻ ഒറിജിനായിട്ടുള്ള പോസ്റ്റ് മൗര്യൻ പീരീഡിലുള്ള റൂളിംഗ് ഡൈനാസ്റ്റീസ്. ഇനി നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കുന്നത് ഈ ഒരു ഏലിയൻ ഒറിജിനായിട്ടുള്ള റൂളിംഗ് ഡൈനാസ്റ്റിയുടെ ഫലമായി നമ്മുടെ റീജിയനിലുണ്ടായ ഇമ്പാക്റ്റുകളെ പറ്റിയാണ് പഠിക്കുന്നത്. സോ ക്ലാസ്സുകൾ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.